ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മൂന്നാമത്തെ വീഡിയോ അങ്ങനെ കാറിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ നല്ല മടിയാട്ടോ, അതുകൊണ്ടാണ് വ്ളോഗ് വരാത്തത് യൂട്യൂബ് ചാനലിൽ. ഈ വളകാപ്പ് വീഡിയോ കഴിഞ്ഞിട്ട് വളകാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം ആവാനായി. വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് ഇടാം. ഇപ്പം വളകാപ്പ് ഏകദേശം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇടണം. അത് ഇടാൻ അപ്ലോഡ് ചെയ്യാനും മടിയാണ്. ഇപ്പൊ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തമ്മിൽ കണ്ടാലും മനസ്സിലാവും. ഇന്ന് നമുക്ക് ചെറിയൊരു മെറ്റേണിറ്റി ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ വീടിന്റെ അടുത്ത് നാട്ടിന്റെ അടുത്തുള്ള ഒരു തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയും. കൊയിലാണ്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യാനുള്ള പ്ലാന് പെട്ടെന്ന് ഇട്ടതാ കേട്ടോ. അപ്പോൾ ഇപ്പം വരുന്ന വഴിക്ക് കാറിന്നിട്ട പ്ലാനാണ്. ഇപ്പോൾ ബീച്ച് എത്താനായി, ഒരു 4 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ബീച്ച് എത്തും. അപ്പോൾ ഞങ്ങൾ ആദ്യം നാട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് കൊയിലാണ്ടി വിങ്സ് സ്റ്റൈലിംഗ് സെന്ററിൽ പോയി. ഞങ്ങൾ അത്യാവശ്യം ഇവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നവര് കൊയിലാണ്ടി വിങ്സ്. നമ്മൾ മുമ്പും അവിടെ അധികം കൊയിലാണ്ടി വിങ്സ് തന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെന്താ പിന്നെ ഫോട്ടോഷൂട്ട് നമ്മളെ സ്ഥിരം ടീമാണ് പ്രോക്സി വെഡിങ്, അതും കൊയിലാണ്ടി ടീമാണ്. അപ്പൊ അവര് അവിടെ ബീച്ചിലെത്തിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്ന കുറെ നേരമായി. അപ്പൊ നമ്മൾ വേഗം അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നോക്കി ഓടിക്കൂ. ബൈപ്പാസിന്റെ പണി നടക്കുന്നതിനെ കൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല, സ്ഥലമൊന്നും മനസ്സിലാകുന്നില്ല. റോഡിന്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുണ്ട്. ഞാൻ ഈ റോഡിൽ വന്നിട്ട് കുറേ എത്തിയോ? ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിന്റെ അടുത്തൊക്കെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഈ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് ഇവള് ഉപ്പിലിട്ട് വാങ്ങി കഴിക്കുന്ന വീഡിയോ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പൊ കുറെ പേര് ഇവിടെ അടുത്തുള്ളവരുണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്നത് അല്ലേ. നമ്മൾ ഫോട്ടോഗ്രാഫർ ആണ്. അതെ അതെ. ഇപ്പൊ നമ്മള് ബീച്ചിലെത്തി. കുറേ പേരൊന്നുമില്ല ഇന്ന്. ഇപ്പോൾ ഇന്നെന്താ ദിവസം? തിങ്കളാഴ്ചയാണ്. സൺഡേ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. കുറേ പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അത്ര വണ്ടിയൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പം നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഏട്ടൻ ഒരു ചായയും എന്തോ വാങ്ങി വരുന്നുണ്ട്. നോക്കട്ടെ. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഒരു 4 മണി 4:30 ആയി അല്ലേ. കാട മുട്ടയോ? എൻ്റെ ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ്. അയ്യോ കാണുന്നില്ല. കാണുന്നുണ്ടോ? എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് കഴിക്കുക. ഹലോ, എങ്ങനെയുണ്ട് ചായ? അല്ല അല്ലേ, തട്ടുകടൽ ചായ അല്ലേ? വീട്ടിൽ നിന്ന് ചായ കുടിക്കൂല അല്ലേ? വേറെന്താ വേണോ? ഉള്ളിവട, പരിപ്പട, കട്ട്ലറ്റ്, പപ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്. ബൈ. സംഭവം മാളൂന് വിശക്കുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ ചായക്ക് പോയത്. ഇപ്പം എനിക്ക് വിശപ്പ് തുടങ്ങി. ഇതൊക്കെ കണ്ടല്ലോ. സൂപ്പർ ബീച്ചാട്ടോ ഇത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ബീച്ചാണ്. ഇവിടുന്ന് എൻ്റെ പോളോ കൊണ്ടുള്ള സ്കിഡിങ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവിംഗ് ബീച്ചല്ലേ. ഞങ്ങൾ ആദ്യം ഒന്ന് വിചാരിച്ചത് പാറപ്പള്ളി അല്ലേ, കൊല്ലത്ത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയാം. കൊല്ലത്ത് പാറപ്പള്ളിന്ന് ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിറച്ചും കല്ലും ഇതൊക്കെയാണ് കൊണ്ട് അത്ര സേഫ് അല്ലല്ലോ, അതിൻ്റെ മുള്ളങ്ങാൻ കയറിയാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ മതിയെന്ന് വിചാരിച്ചു. ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിക്കട്ടെ. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. എനിക്ക് ഡ്രസ്സില്ല. ഡ്രസ്സില്ലാന്നല്ല, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ്. റെൻറ്റിന് കേട്ടോ, റെൻറ്റ് കൊടുക്കുന്ന പേജ്. അപ്പം കൊളാബ് കിട്ടിയത്. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ മെൻഷൻ ചെയ്യാം. എന്നാ കഴിക്കട്ടെ. ഇതാ ഗൈസ്, ഞങ്ങൾ കടലിലേക്ക് കാറും കൊണ്ട് പോവാം. നോക്ക് മുന്നോട്ട് കടൽ. സ്കിഡ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫർ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായില്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്.
എന്തോ കസേരയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കും ഒക്കെ അല്ലേ. ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കുറവല്ലേ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഇവിടെ ആള് കുറവാണ്. ഇല്ലെങ്കിൽ സൺഡേ ഒക്കെ നല്ല തിരക്കായി ബീച്ചിൽ. നമുക്ക് അങ്ങനെ ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടൂല. ഒരു തോണി അത് പറന്ന് പോന്ന തോണിയല്ലേ അത്? ബോട്ടോ? ബോട്ടല്ലേ? പ്രതീക്ഷേട്ടന് കാണിച്ചു. ആ പറയൂ പറയൂ. ഇതാണ് നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ പ്രതീഷ് ഭായ് അല്ലേ? നിങ്ങളെന്താ ഹായ് പറയാണ്ട് പോന്നേ? ഇതേട്ടോ തിക്കോടി ബീച്ചില് നമുക്ക് പാരാഗ്ലൈഡിംഗ് ഉണ്ടെന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ കണ്ട് മാളൂനെ കയറ്റാൻ പോവാ നമ്മളൊന്നല്ലേ. കൊയിലാണ്ടിലെ പറക്കുന്ന ഫോട്ടോഗ്രാഫർ പ്രതീഷ് ഏട്ടൻ, പ്രതീഷ് പ്രോക്സി. പ്രതീഷ് ഏട്ടാ നിങ്ങളെന്താ ക്യാമറ നോക്കാതെ? വരുന്നുണ്ടോ? ഞങ്ങള് ഏകദേശം കഴിയാനായി പ്രതീക്ഷ ഇനിയുണ്ടല്ലേ? കഴിയാനായില്ല. ഞങ്ങൾ തുടങ്ങി കാണും. 3 ഫോട്ടോ എന്ന് പറഞ്ഞു തുടങ്ങി. നമുക്ക് ഒരു 30 ഫോട്ടോ എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് അയച്ചു തന്നാണ്. ഞാൻ പേജും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടുമ്പോൾ മെൻഷൻ ചെയ്യാം. ഇത് അവർ റെൻറ്റിന് കൊടുക്കുന്ന ഡ്രസ്സാണ്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തത് കൊയിലാണ്ടി വിങ്സ് എന്നാണ്. വിങ്സ് സ്റ്റൈലിംഗ് സെൻറ്റർ. നമ്മളൊരു എല്ലപ്പോൾ അവിടെയാണ് അധികം പോകാറ്. ഹെയർ കട്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ തന്നെയാണ് പോകാറ്. പിന്നെ ഈ നമ്മളെ ക്യാമറ ചെയ്യുന്നത് നമ്മളെ സ്വന്തം പ്രതീക്ഷയാണ്. നമ്മളെ ഫോട്ടോസ് കണ്ടാലൊക്കെ അറിയാം. നമ്മളെ ഫോട്ടോസ് കണ്ടാലൊക്കെ അറിയാം. നമ്മളൊരു എല്ലാം ചെയ്യാറ്. അടിപൊളി നമ്മളെ സ്വന്തമാണ്. ഞാൻ കൊറേ നശിപ്പിച്ചിട്ട് കൈ തരണം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. മാളോ, അപ്പോൾ ഞങ്ങൾ ഏകദേശം ഷൂട്ട് കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയിലാണ്. ഇത് ലാസ്റ്റ് അവളെ 1-2 സ്റ്റിൽ എടുക്കുകയാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം സമയം 6:45 ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിക്കോടി ബീച്ചിൽ നിന്ന് പോവാണ്. മാളുതാ രാത്രിയായി. അപ്പോൾ നമ്മൾ ഫോട്ടോ ഷൂട്ടിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പം ബ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മൈൻഡപ്പ് ചെയ്യല്ലേ ബ്ലോഗ്? പ്രതീക്ഷേട്ടൻ ക്യാമറയിൽ ഇരുന്നില്ലല്ലോ. അപ്പോൾ ഇതാ എല്ലാം പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഫോട്ടോസ് പെട്ടെന്ന് ഷെയർ ചെയ്യും. ഇൻസ്റ്റയിലും യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം. മാളൂനിപ്പം ഡെലിവറി എടുത്തിട്ടുണ്ട്. ഈ മാസം ഫെബ്രുവരി ലാസ്റ്റാണ് ഡേറ്റ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.